വാസുവിനെ അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ജില്ലക്കാരൻ പത്മകുമാർ, പത്തനംതിട്ടക്കാരനാണ് ഞാൻ. ആറുമാനക്കാരൻ പത്മകുമാർ എന്ന് പറഞ്ഞാൽ 984 പത്തനംതിട്ട ജില്ല ഉണ്ടാകുന്ന കാലം മുതൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. അതിനുശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് ആയിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്. CPM-ലെ പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിശ്വസനാണ് ഈ പത്മകുമാർ. 4.5 കിലോ സ്വർണ്ണം ശബരിമലയിൽ നിന്ന് മോഷണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കേവലം ഏതെങ്കിലും അവതാരമോ ഏതെങ്കിലും പോറ്റിയോ ഏതെങ്കിലും തന്ത്രിയോ ഏതെങ്കിലും ദേവസ്വം ബോർഡ് ഓഫീസറിലോ ഏതെങ്കിലും ദേവസ്വം മന്ത്രിയോ അന്താരാഷ്ട്ര മാനമുണ്ട് ഈ കേസ് വെച്ച് പറഞ്ഞത് കോടതി തന്നെയാണ്, ഹൈക്കോടതി തന്നെ. വരുന്ന ആളുകളിൽ ഈ കേസുകളെല്ലാം ഹൈക്കോടതി. നമ്മൾ ആവശ്യപ്പെടുന്നത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ആർട്ടിക്കിൾ 25 വ്യവസ്ഥയുണ്ട് ഭരണഘടനയുടെ. ആ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രം ഏറ്റെടുക്കാൻ തയ്യാറാണ്. സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്ന ആവശ്യപ്പെടാൻ തയ്യാറാണ്. കാരണം മാറി മാറി വന്ന മുന്നണികൾ ശബരിമലയെ കൊള്ളയടിക്കുന്ന കഥകളാണ് ഇപ്പോൾ നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഒട്ടുമില്ല. ഇന്നലെ എന്തായിരുന്നു കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞ എന്താ? VD സതീശൻ പറഞ്ഞത് തോൽക്കിയെ ഞങ്ങൾ അറിഞ്ഞത് കോടതിയിൽ കേസ് വന്നതിന് ശേഷം. ഇന്നലെ ഞാൻ കണ്ട ഫോട്ടോ നിങ്ങൾ കണ്ടോ? സോണിയാഗാന്ധിയുടെ തോൽക്കി ചെറിയ വീട്ടല്ല, മനസ്സിലായില്ലേ? ഞങ്ങളുടെ ലഭ്യുണ്ട് ആറ്റവാണ്ടി ഇന്ത്യയുടെ കൊല്ലം ജില്ലയിലുള്ള ലഭ്യുണ്ട് അടൂർ പ്രകാശിന്റെ ഫോട്ടോയുണ്ട്. അപ്പൊ തോൽക്കിയെ അല്ലെങ്കിൽ തോറ്റിമാർ കള്ളം മാത്രം ശബരിമല അയ്യപ്പന്റെ സ്വപ്നം കണ്ട ഇവർക്കൊക്കെ തന്നെ വലിയ ബന്ധങ്ങളാണ്. രണ്ടു മുന്നണിയിൽ ബന്ധമുണ്ട്. എന്തേ ഇപ്പോൾ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നത് കോൺഗ്രസ് ആവശ്യപ്പെട്ടില്ല. ഈ കേസ് നോക്കുമ്പോൾ ആദ്യം കോൺഗ്രസ് പറഞ്ഞു ഇത് നിർബന്ധമായി കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. ഇപ്പൊ അവർ പറയാത്തതാണ്. കാരണം നമ്മൾ പറഞ്ഞു ശിവകുമാറിന്റെ കാലത്ത് അന്വേഷിക്കണം. ശിവകുമാറിന്റെ കാലത്ത് 1,85,00,000 അഴിമതി ശബരിമലയിൽ നടന്നെങ്കിൽ വിജിലൻസ് അന്വേഷണത്തിൽ നടന്നുകൊണ്ടിരിക്കുക. പിണറായി വിജയൻ 9 വർഷമായി കസേരയുടെ മുഖ്യമന്ത്രിയായിരിക്കും. ഈ 9 കൊല്ലം കൊണ്ട് അന്വേഷണം പൂർത്തിയായിട്ടില്ല. ഈ ഗവൺമെന്റുകൾ മാറി മാറി ആര് വന്നാലും അഴിമതിക്കാരെ സംരക്ഷിക്കും. ശിവകുമാർ അനിയൻ ദേവസ്വം ഉദ്യോഗസ്ഥർ അയൽപ്പെട്ട 1,85,00,000 രൂപയുടെ അഴിമതി ആരോപണ വിജിലൻസ് അന്വേഷണം പിണറായി വിജയനാണ് പോയതാണ്. ഇന്നേവരെ അത് അന്വേഷണം പൂർത്തീകരിച്ചു. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മാറി മാറി ഏറ്റവും കൂടുതൽ അഴിമതി ഒരു അഴിമതിയെ പറ്റി മാത്രമേ ചിന്തിക്കാം. സമസ്ത മേഖലകളിലെല്ലാം അഴിമതിയാണ്. ഇന്ന് പണ്ടത്തെ കമ്മ്യൂണിസ്റ്റിന്റെ ഭരണത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ അവരുടെ നേതാക്കന്മാരെ പറ്റി അവരുടെ മക്കളെ പറ്റി പൊതുജനത്തിന് ഒരു ധാരണയില്ല. ഇന്നെന്താ അവസ്ഥ? ഇന്ന് കോൺഗ്രസ് പോലെ തന്നെ കുടുംബാധിപത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് തന്നെ മുഖ്യമന്ത്രിയുടെ പരിമാറ്റിയും കുടുംബത്തിനും വേണ്ടിയിട്ടാണ്. അഴിമതി ആരോപണത്തിന് 2 വർഷം രൂപ പകർന്നവരുടെയൊക്കെ പേരില്ല. ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. PM ശ്രീയെ നമസ്കാരമുണ്ടല്ലോ, CPI ഉണ്ടല്ലോ. ഇതിന് CPI സ്വാധീനമുള്ളതാണ്. ഇവിടെ MLA CPI-ക്കാരാണ്. എനിക്കറിയാം. നാട്ടിലുണ്ടോ പിണറായി വിജയന്റെ മകന്റെ വിഷയം, മകളുടെ വിഷയം ഒരക്ഷരം അഴിമതി എത്ര അഴിമതി ഒരു പണിയും ചെയ്യാതെ ഇവിടുത്തെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും ഏതാണ്ട് 2 കോടിയോളം രൂപ വീണാവിയെ കട്ടുകൊണ്ടുപോയപ്പോൾ ശമ്പളത്തിന്റെ രീതിയിൽ മേടിച്ചിട്ട് പോയപ്പോൾ അതിനെതിരെ മുന്നണിയിൽ പോയി ചുമക്കാൻ പോലും തയ്യാറാകുന്നവരാണ് CPI. കേവലം രാഷ്ട്രീയം പറയുന്നതിന് വേണ്ടി BJP എതിർക്കുന്നതിന് വേണ്ടി ഈ കേരളത്തിലെ വരും തലമുറയ്ക്ക് എത്രയോ പ്രയോജനം തരുന്ന സർക്കാർ സംഘങ്ങളെ വികസിപ്പിക്കുന്ന PM ശ്രീയെ അഭിപ്പെടുത്തവരായി CPI. അവർക്ക് പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും അഴിമതി അന്വേഷിക്കാനോ അതിനെ പറ്റി അക്ഷരം പറയാനോ അതിന് മുട്ടുവരെയും പിണറായി വിജയന്റെ മുമ്പിൽ പോയിട്ടുണ്ട്. ഇതാണ് അപ്പോൾ ഇടതുപക്ഷത്തിന്റെ പഴയ ശൈലിയും പഴയ രീതിയും ഒക്കെ തന്നെ മാറി. കേരളത്തിൽ നമ്മുടെ കുട്ടികൾ സർക്കാർ സ്കൂളിൽ നിന്ന് കറണ്ടടിച്ച് മരിക്കുമ്പോൾ കൊല്ലം ജില്ലയിലല്ലേ കറണ്ടടിച്ച് മരിച്ചൊരു കുട്ടി അല്ലേ? വയനാട്ടിൽ സ്കൂളിന്റെ അവസ്ഥ കമ്മ്യൂണിസ്റ്റ് സഹാവ് പിണറായി വിജയന്റെ മക്കളെ പഠിച്ചവരാന്ന് പറയുന്നത് 2 മക്കളാണ്. വീണ പഠിച്ചത് കോയമ്പത്തൂർ അമൃത വിദ്യാലയത്തിലാണ്.
അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റിയാണ് അമൃത യൂണിവേഴ്സിറ്റി കോയമ്പത്തൂര്. അവിടെയാണ് ശ്രീ പിണറായി വിജയൻ പഠിച്ചത്. സ്വാശ്രയത്തിലുള്ള കോളേജാണ്. ഈ സ്വാശ്രയം വഴി കേരളത്തിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നപ്പോൾ അതിനെ എതിർത്തവരായി ഈ പിണറായി വിജയൻ. കണ്ണൂർ 5 സഖാക്കൾ, പാവപ്പെട്ട യുവാക്കൾ വെടിയേറ്റ് വെച്ചത് നമ്മൾ കണ്ടത്. പോലീസിന്റെ തോക്കിന്റെ മുമ്പിലേക്ക് ഈ 5 യുവാക്കളെ തള്ളിവിട്ട ഇടതുപക്ഷ മുന്നണിയാണ്. അത് നേതൃത്വത്തിന്റെ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ പഠിക്കുന്ന സ്വാശ്രയ കോളേജ് കോയമ്പത്തൂർ അന്താരാഷ്ട്ര നിലവാരമുള്ള യൂണിവേഴ്സിറ്റി പഠിക്കുക കേരളത്തിന് പുറത്ത്. രണ്ടാമത്തെ പഠിച്ചത് ഇംഗ്ലണ്ടില്ല. പിണറായി വിജയൻ ഇവിടെ സ്കൂളുകൾ വികസിച്ചില്ല. അവർക്കൊക്കെ കുഴപ്പം. എനിക്ക് ആ കുട്ടിയോട് ഒരു വിരോധമില്ല. വിവേകപ്പെട്ടിട്ടുള്ള പേര് ഇന്ന് വളരെ മിടുക്കനായിട്ടാണ് ജോലി ചെയ്യും. മിടുക്കനാണ്, നല്ല മിടുക്കനായിട്ടുള്ള ഇടപെടലാണ്. നമുക്ക് സന്തോഷമില്ല. പക്ഷെ പിണറായി വിജയന്റെ മക്കൾക്ക് കിട്ടുന്ന അവകാശവും അവസരവും ആർക്കും കിട്ടണം. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കിട്ടണം. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇതിനകത്ത് വരുന്നത്. ഇവരുടെ പേര് പറഞ്ഞ അധികാരത്തിൽ വരികയും പാർട്ടി ചെയ്തവരാണ് നിങ്ങൾ CPI CPM. അതുകൊണ്ട് പിണറായി വിജയന്റെ മക്കൾക്ക് കിട്ടുന്ന പ്രിവിലേജ് അവസരവും പാവപ്പെട്ടവർക്ക് കിട്ടണം. പിണറായി വിജയൻ വന്ന സാഹചര്യത്തെ കിട്ടുമെന്ന് ഞാൻ പറയുന്നു. ഒരു നല്ല നിലവാരത്തിൽ ആരും ജീവിക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്നതിന് നമുക്ക് വിരോധമില്ല. പക്ഷെ അതൊക്കെ പറയുമ്പോഴും ചെയ്യുമ്പോഴും ഒരു വലിയ പ്രത്യശാസ്ത്രത്തിൽ വെച്ച് ജനങ്ങളെ മറന്നു പറ്റിച്ചിട്ട് മറ്റുള്ളവരുടെ അവസരം നിഷേധിച്ചിട്ട് ഈ തരത്തിൽ കാട്ടുന്ന ഒരു സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഈ പെരുമാറ്റം ഇത് കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചു. സമസ്ത മേഖലയിൽ കേരളത്തിൽ ഇത് ഈ തരത്തിലുള്ള വലിയ പ്രതിസന്ധി ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ജനങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് വിശദീകരിക്കാൻ സാധിക്കും. എന്താണ് ഭാരതീയ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്? മാറും എന്ന് പറയുന്നത് നമ്മൾ നരേന്ദ്രമോദി ഗവൺമെന്റിനെ ചൂണ്ടിക്കാട്ടുക. നമ്മൾ ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകളെ ചൂണ്ടിക്കാട്ടുകയാണ് നമ്മൾ പറയുന്നത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അഴിമതിയാണെങ്കിൽ ആ അഴിമതിയുടെ കാര്യത്തിൽ നമ്മൾ നരേന്ദ്രമോദി ഗവൺമെന്റിനെ ചൂണ്ടിക്കാട്ടി നമ്മൾ അഭിമാനത്തോടെ പറയും. നമ്മൾ പറയുന്നത് നാളിന് വരെ മണിക്കൂർ വരെ കൃത്യമായ ബോധ്യത്തിന്റെ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരാരോപണം പോലും അഴിമതിയുടെ ഒരാരോപണം പോലും കഴിഞ്ഞ 12 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ ഉന്നയിക്കാൻ രാഷ്ട്രീയ എതിരാളികൾക്കോ ഈ രാജ്യത്തെ പത്രമാധ്യമങ്ങൾക്കോ സാധിക്കുന്നില്ല. ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യക്തമായ തെളിവ്, കൃത്യമായ ബോധ്യം. ഒരൊറ്റ ആരോപണം. പ്രധാനമന്ത്രിയുടെ ക്യാബിനറ്റിൽ എത്രയോ മന്ത്രിമാരുണ്ട്. ഒരൊറ്റ മന്ത്രിക്കല്ലേ ഉണ്ടായി. 18 സംസ്ഥാനങ്ങളിൽ നമ്മൾ ഭരിക്കുന്നു. BJP നേരിട്ട് ഭരിക്കുന്നു. ദേശീയ ജനാധിപത്യ സഖ്യം ഭരിക്കുന്നു. ബീഹാർ ഉൾപ്പെടെ ഒരൊറ്റ അഴിമതി ആരോപണം ഉണ്ടായിരുന്നു. ഒരു അഴിമതി ആരോപണത്തിന്റെ മന്ത്രിമാർക്ക് രാജിവെക്കാൻ പോകേണ്ടി വന്നു. എന്താ കേരളത്തിലെ അവസ്ഥ? ഏത് ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറത്തു പോയാലും അഴിമതികളുടെ എത്ര ആ അഴിമതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിന്നീട് ഗവൺമെന്റ്. അതാണ് ഒരു ചന്ദ്രശേഖരന്റെ കാര്യം. കശുവണ്ടി കോർപ്പറേഷൻ കോടിക്കണക്കിന് രൂപ ഇവിടെ സംരക്ഷിക്കാൻ കോൺഗ്രസുകാരെയൊക്കെ മുൻകൈ എടുത്ത് പിണറായി നിൽക്കുക. ഇത് നാളെ കോൺഗ്രസ് ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ ഈ പിണറായി വിജയനെയും ഈ ഗവൺമെന്റിനെയും അഴിമതിയെ സംരക്ഷിക്കുന്ന നിലപാടല്ലാതെ ഒരു നിലപാടില്ല. അപ്പൊ നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അഴിമതി രഹിതമാണ്. ഇത് കേരളത്തിൽ പുതിയ രാഷ്ട്രീയ സംസ്കാരമുണ്ടാകും. ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത് നമുക്ക് അനുഭവഭേദ്യമാണ്. പിണറായി വിജയൻ 1-ാം നമ്പർ കേരളത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമുക്ക് ബോധ്യപ്പെടും, നമുക്ക് അനുഭവത്തിൽ വരും. ഇന്ന് കേരളത്തിൽ എന്തെങ്കിലും വികസനം നേരിട്ട് ബോധ്യപ്പെടണമെങ്കിൽ അനുഭവഭേദ്യമാകണമെങ്കിൽ ഇന്ന് ഹൈവേയിൽ നടക്കണം. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന വികസന പദ്ധതികളല്ലാതെ കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പാലം ഒരു റോഡുണ്ടാകും. ചെയ്യാറുണ്ട്. പിണറായി ഏതെങ്കിലും ഒരു പാറ്റ് കേരളത്തിൽ 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്നു. കേരളത്തിലുള്ള സ്പൈസസ് ഉണ്ട്. കേരളത്തിലെ കാർഷിക മേഖല ധാരാളം ഈ തരത്തിലുള്ള ധാരാളം വ്യവസായ സംരംഭങ്ങൾക്ക് സാധിക്കും. IT മേഖലയിൽ ഇന്ന് കേരളത്തിൽ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ ഇന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് നരേന്ദ്രമോദി 2024 ശേഷം അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ മനസ്സിലാക്കുന്നത് 3G 4G 5G എന്ന് ലോകത്ത് തന്നെ ആദ്യം 6G എന്ന് പറയുന്ന സ്പെക്ട്രം നടപ്പിലാക്കുന്ന ലോകത്തെ ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്, ഭാരതമാണ്. നമ്മൾ അതിലേക്ക് കടന്നിരിക്കുക. പ്രധാനപ്പെട്ട പദങ്ങളിൽ വന്നു. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ വീട്ടിലിരുന്ന പണിയെടുക്കുന്നില്ലേ? വീട്ടിലിരുന്ന് പണിയെടുത്ത് ലോകത്തിന്റെ ഏതൊക്കെയോ ഭാഗത്തുള്ള ജർമ്മനിയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ജപ്പാനിലും ഒക്കെയുള്ള അന്താരാഷ്ട്ര കമ്പനികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന വീട്ടിൽ
2014 ശേഷം വിപ്ലവകരമായ മാറ്റം കഴിഞ്ഞ 9 കൊല്ലങ്ങളിൽ നമ്മൾ നേരിടുന്നു. ഞാൻ നിങ്ങൾ യാത്രയിൽ മൊബൈലിൽ നമുക്ക് എവിടെയും നെറ്റാണ്, നെറ്റിന്റെ പ്രശ്നം നമ്മൾ കൊടുക്കുന്ന പൈസ വളരെ തുച്ഛമാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഡാറ്റ നിരക്ക് കുറവുള്ള ഒരു സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ലോകത്തെ കാര്യം ഇന്ത്യ, ചൈനക്കാരും അമേരിക്കാരും ഏറ്റവും കുറവുള്ള ഒരു രാജ്യമാണ്. ഇത് സാധിക്കുക നരേന്ദ്രമോദിയുടെ വളരെ വിശാലമായിട്ട് പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള സമയമാണ്. പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള സമയം. ഇത് സമസ്ത മേഖലയിൽ നമുക്ക് കാണാൻ വേണ്ടി സമയം. കുടിവെള്ളം നമ്മുടെ ജലജീവൻ പദ്ധതി ഈ രാജ്യത്ത് 60% ആൾക്കാർ കുടിവെള്ളം ഉണ്ടായി, 40% ആൾക്കാർ കുടിവെള്ളം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ രാജ്യത്തെ കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും ആ പദ്ധതി നടപ്പാക്കിയ ഗവൺമെന്റാണ് നരേന്ദ്രമോദി. നിർഭാഗ്യവശാൽ കേരളത്തിൽ ആ പദ്ധതി നടപ്പാക്കുമ്പോൾ പല പ്രയത്നം വെള്ളമില്ലാത്തവർക്ക് ആ അവസ്ഥയ്ക്ക് നടപ്പിലാക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിക്കുക. അതേപോലെ തന്നെ ഗ്യാസ് കണക്ഷൻ നമ്മൾ ആലോചിച്ചു. 2013 അവസ്ഥ ഗ്യാസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ഹൈ പ്രൊഫൈലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സാമ്പത്തികമായി മുന്നോട്ട് വീടുകളിലെ ഗ്യാസ് ഉണ്ടായിരുന്നു. താഴെ സാധാരണക്കാരുടെ ഗ്യാസ് ഉണ്ടായിരുന്നു. ആ ഗ്യാസ് സബ്സിഡി കൊടുത്തിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. ഞാൻ ഈ പറയുന്ന 2000 ഞാൻ ഗ്യാസ് വേണ്ടിയിട്ട് 20% സബ്സിഡി കൊടുത്തു. നരേന്ദ്രമോദി 2014 പറഞ്ഞു ഈ നാട്ടിലെ സമ്പന്നന്മാർക്ക് വേണ്ടിയിട്ടാകരുത് ഈ പറയുന്ന പദ്ധതി. അതുകൊണ്ട് സബ്സിഡി തന്നെ ഭാഗമാക്കുക മാത്രമല്ല, ആ തുക ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ BPL ഫാമിലികൾക്കും സൗജന്യമായി ഗ്യാസ് കൊടുക്കുകയാണ്. എത്രയോ പാവപ്പെട്ട സ്ത്രീകള് അടിക്കൂടി ഭോജന്റെ രോഗം ബാധിച്ച് ക്യാൻസർ ബാധിച്ച് മരിക്കുന്ന ഈ രാജ്യത്ത് വിപ്ലവകരമായ മാറ്റം ആ സാധാരണക്കാരനെ വാസ്തവത്തിൽ കൈവറ്റിയുള്ള ഗവൺമെന്റാണ്. ഇതൊക്കെ സാധാരണക്കാരനെ അനുഭവിക്കും. ബഹുമാനായ പിണറായി വിജയനോടും മാറുമാറുള്ള ഗവൺമെന്റിനോടും ചോദിക്കാനുള്ളത് ഈ തരത്തിൽ പാവപ്പെട്ടവന് അനുഭവവേദ്യമായ ഏതെങ്കിലും ഒരു നടപടിയോ ഒരു വികസന പരിപാടിയോ ഒരു ക്ഷേമത്തിലോ നടത്താൻ. ഇന്ന് ബാങ്ക് 2014 അവസ്ഥ ബാങ്ക് സൊസൈറ്റിയുടെ സംഭവത്തില് കാശാളുന്ന സ്ഥാപനമാണ്. ഇന്ന് ഈ നാട്ടിലെ പാവപ്പെട്ട ബാങ്ക് പൈസ ശുക്രവാരം സംഭവം തുടങ്ങുക മാത്രമല്ല കോവിഡ് കാലത്ത് അല്ലേ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ അറിയാം പണം ഒന്നില്ലേ എല്ലാ വർഷവും നമ്മൾ മനസ്സിലാക്കണം. 6000 രൂപ കർഷകർക്കാണ് കൃഷി സമ്മാൻ പദ്ധതി. ഈ രാജ്യത്തെ 1.5 സെന്റ് പോലും നരേന്ദ്രമോദിയുടെ കണ്ണിൽ കർഷകരാണ്. അവന് കൃഷി ചെയ്യാൻ ആവശ്യമായ പ്രാരംഭ ചെലവുകൾക്കായി പ്രതിവർഷം 6000 രൂപ അക്കൗണ്ടിൽ കൊടുക്കുകയാണ്. ഇതെങ്ങനെയാണ് കൊടുക്കാൻ സാധിക്കുന്നത്? ഇവിടെ ഗവൺമെന്റ് കഴിഞ്ഞ 7 വർഷക്കാലം രാജ്യം ഭരിച്ചു. ഈ നിർദ്ദേശം വീഡിയോ ചെയ്യുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധി പാവപ്പെട്ടതിന് വേണ്ടി ഗവൺമെന്റ് കൊടുക്കുന്ന പണം, ക്ഷേമ പദ്ധതികൾക്കായി കൊടുക്കുന്ന പണം, വികസന വികസനത്തിനായി കൊടുക്കുന്ന പണം, റോഡ് നിർമ്മാണത്തിനായി കൊടുക്കുന്ന പണം, പാലം പണിയാൻ കൊടുക്കുന്ന പണം, ആസൂത്രണ കമ്മീഷൻ എന്താ പറയുന്നറിയോ? 17% മാത്രമാണ് പരീക്ഷയ്ക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ 17% മാത്രമാണ് ഫലത്തിൽ പാവപ്പെട്ട സാധാരണക്കാരന് കഴിയുന്നത്. 83 രൂപ 100 രൂപയ്ക്ക് 83 രൂപയെ ഇടനിലക്കാർക്ക് രൂപയാണ്. ഇന്ന് നരേന്ദ്രമോദി പാവപ്പെട്ട ആൾക്കാർക്ക് കൃഷ്ണമണ്ഡലത്തിലുള്ള പണം കൊടുക്കുമ്പോൾ ഒരിടനിലക്കാരൻ നേരിട്ട് കർഷകന്റെ പണം കർഷകൻ അവന്റെ അക്കൗണ്ടിൽ കൊണ്ടു. റേഷൻ കട എന്താ അവസ്ഥ? സിനിമയുണ്ട് ഭീഷമാവത്. അതിനകത്തൊരു ഭഗീരഥമുള്ള കഥാപാത്രം ജഗതി ശ്രീകുമാർ അനുസരണമാക്കിയ ഒരു കഥാപാത്രം. ഇതേപോലെ റേഷൻ കട മുതലാക്കും. റേഷൻ കടയിലെ പഞ്ചസാര മണ്ണെണ്ണ അരി അഴിച്ചു മാറ്റുന്നില്ല. ഇത് കരിഞ്ചന്തയോ ഇന്ന് റേഷൻ മേഖലയിൽ ഇതൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. കുഴിച്ചിയൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ആ സിസ്റ്റം തന്നെ പോലെ വരുന്നത്. ഇന്ന് റേഷൻ കടകൾ ഹൈടെക്കാണ്. പറയും അല്ലെ അതിന് പറയും കേന്ദ്ര പദ്ധതിയാണ്. ഇത് ചെയ്തെങ്കിലേ അരികൊടുക്കുള്ളൂ പറഞ്ഞതുകൊണ്ടാണ് കമ്പ്യൂട്ടറൈസ് ചെയ്യേണ്ടി വന്നത്. ഇന്ന് റേഷൻ കടകൾ കമ്പ്യൂട്ടറൈസ് ചെയ്തിരിക്കുന്നു. ഇന്ന് വൺ റേഷൻ വൺ നേഷനാണ്. ഇന്ന് ജനമംഗലത്തുള്ള ആളുകൾ 10 നാളെ റേഷൻ മേടിക്കാം. നാളെ ട്രെയിൻ ആന്ധ്രാപ്രദേശിൽ പോയാൽ അവർ
റേഷൻ കട ഇന്ന് ഹൈടെക്കാക്കിയിട്ടുണ്ട്. അവിടെ സൗജന്യമായി അരി കൊടുക്കുക മാത്രമല്ല, കൊടുക്കുന്ന അരി പാവപ്പെട്ടവരുടെ കൈകളിലെത്താനുള്ള സിസ്റ്റം ആ മേഖലയിൽ കൊടുക്കുന്നുണ്ട്. റേഷൻ കൊടുക്കുന്ന ശൃംഖല മേഖലയെ ശക്തിപ്പെടുത്താനുള്ള സാധാരണക്കാർക്ക് നേരിട്ട് കുറിച്ചുള്ളത് അനുഭവവേദ്യമായിട്ടുള്ളത്. ഇതാണ് താല്പര്യം. ഈ ഗവൺമെന്റ് കേന്ദ്രങ്ങൾ അഴിമതിയില്ലാത്തത്, ജനങ്ങളോടൊപ്പം നിൽക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇത് സാധിക്കും. നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് ആരെയാണ്? പാർട്ടി പ്രൊഫസർ സാധാരണ സഹായം പറ്റുന്നുണ്ട്. മന്ത്രിസഭയിൽ നിന്ന് ഈ നാട്ടിലെ കൊള്ളയടിക്കുന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെ പറ്റിയും അല്ലെങ്കിൽ മുന്നണി നേതാക്കന്മാരെ പറ്റി ഈ തരത്തിൽ നമ്മൾ താരതമ്യം നടത്തുമ്പോഴാണ് ഇത് സാധാരണക്കാർക്ക് അനുഭവം. നമ്മൾ ഓർമ്മ പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സാധാരണ ആൾക്കാരെ നമുക്ക് ബോധ്യപ്പെട്ടു തന്നെയാണ്. ഇന്ന് കേരളത്തിൽ ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുന്നു. നിരവധിയായ വിഷയങ്ങൾ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൽ നമുക്കറിയാം കേരളത്തിന്റെ വളരെ ഉന്നതമാണ്. ഇന്നത്തെ ഇവിടുത്തെ സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം. എന്തിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയമില്ല, പുറത്ത് പറയാൻ പറ്റുമോ വിഷയം? ആലോചിച്ചു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ വാർത്തകൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആളുടെ കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങളുടെ നാട്ടുകാർ ഈ പറയുന്ന ഗതികളെല്ലാം ഞങ്ങളതില്ല. ശബരിമലയുടെ കേസിൽ അറസ്റ്റിലായ പത്മകുമാർ ഞങ്ങളില്ലെന്നാണ്. ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് ഒരു നേതാവ് അയാളുടെ പണി പറയുന്ന കേട്ടില്ലെങ്കിൽ അന്തപ്പെട്ടു അല്ലേ? ഗോവിന്ദ ജാമ്യമായി പോലും നാണം കെട്ടുപോകും. യുഡിഎഫിലെ നേതാക്കന്മാരുടെ ഈ തരത്തിലുള്ള എന്താ പറയാ ഈ പറയുന്ന ജീവിതത്തിൽ നിഷ്കർഷിക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട സാമാന്യമല്ല. കുട്ടികളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ട ഉദാഹരണം മറ്റും പലതും പണ്ടൊക്കെ നമ്മുടെ പഞ്ചായത്തുകളിൽ ഇപ്പൊ യുഡിഎഫ് സംസ്ഥാനത്തിന് സ്വന്തമായിട്ട് എന്തൊരു ഗതികേടാണ്. ഇന്നിപ്പോ പറയുന്നത് അതിജീവിതയുടെ യാതൊരു CPM നേതാവ്, കോൺഗ്രസ് നേതാവ് തത്വം അവിടെയാണ്. ഗോവിന്ദ ജാമ്യയുടെ വിഷയം ചർച്ച ചെയ്യുന്നത് നമുക്ക് ചർച്ച ചെയ്യാം. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ആരെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്? കോൺഗ്രസിന്റെ MLA പറ്റിയിട്ടാണ്. ഒരു ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ പറ്റിയിട്ടാണ്. അവരെ വലുതാക്കി മത്സരിപ്പിച്ച് MLA ആക്കി നിയമസഭയിൽ കൊണ്ടിരുന്നതിനെ പറ്റിയിട്ടാണ്. ആ സാഹചര്യത്തെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അതിജീവികളുടെ യാതൊരു തപ്പിപ്പോയിട്ട് ഈ കേസിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി രണ്ടു മുന്നണികളും ശ്രമിക്കുക. എന്തേ ഇത്രയും ദിവസം നമ്മുടെ കോർപ്പറേഷന്റെ സ്ഥാനാർത്ഥി മുൻ DGP ശ്രീലേഖ പോസ്റ്റ് അതെന്തിനെങ്കിലും പിൻവലിച്ചതെന്ന് അറിയില്ല. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എന്തേ നേരത്തെ പരാതി കൊടുത്തില്ല? നേരത്തെ പരാതി കൊടുക്കാൻ കാരണമുണ്ട്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തതിന് കാരണമുണ്ട്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തത് കൊണ്ടാണ് വാർത്തകൾ പുറത്തു വരികയും ഈ പറയുന്ന വീര് വിട്ടുപിടിയൻ MLA കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നവൻ ഇപ്പൊ വരുന്നത് യുദ്ധത്തിൽ നോട്ടീസ് കൊടുത്തിരിക്കും. നമ്മൾ ആലോചിച്ചത് പാലക്കാട് കണ്ണാടി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ രാവിലെ പാർട്ടിയിൽ പുറത്താക്കിയതിൽ പോയി കോൺഗ്രസിന് വേണ്ടി ഇലക്ഷൻ അപ്പോഴാണ് മുഖ്യമന്ത്രിയെ വേണ്ടി പരാതി കൊടുത്തത്. ഒരുപക്ഷെ ഈ പരാതി മുഖ്യമന്ത്രിക്കെല്ലാം കൊടുത്തിരുന്നെങ്കിലും സാധാരണ ഞാൻ ചെയ്തതുപോലെ നമ്മുടെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷൻ ആയിരുന്നെങ്കിൽ ഈ വാർത്ത പുറത്തു വരാതെ ഈ MLA പാലക്കാട് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായി CPM ഒരുക്കിയ കെണിയാണിത്. ഇതാണ് ശ്രീലേഖ പറഞ്ഞത്. ഇതാണ് യാഥാർത്ഥ്യം. രണ്ടു മുന്നണികൾ സംരക്ഷിക്കാൻ പറ്റുന്ന ഇത്രയും കാലം ആര് പരാതിയുണ്ട്? തെരഞ്ഞെടുപ്പ് പരാതി കൊടുത്തതിനൊന്നും നമുക്കറിയൊന്നും നാളെ കണ്ടാൽ ഒരു പരസ്പരം സഹായിക്കും. ഇന്നലകളിൽ നിന്ന് സഹായിച്ചിട്ടുണ്ട്, ഇന്നവർ സഹായിക്കും, നാളെ സഹായിക്കും. ഇത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് കേരളത്തില് നമ്മൾ മുമ്പോട്ട് മാറാമെന്ന് പറയുന്ന അല്ലെങ്കിൽ മാറണം എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയം അത് വികസനത്തിന്റെ രാഷ്ട്രീയം. വികസന രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ അമുദ്രാവാക്യം നൽകിയത്. അതുണ്ടാവണം. കാരണം കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ വരുത്താൻ ഈ നാട്ടിൽ നിന്ന് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ധാരാളം യുവാക്കളായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള പുതിയ തലമുറ ആ തലമുറയ്ക്ക് പ്രിവിലേജ് അവർക്ക് കിട്ടുന്ന അവസരം ഇത് ഈ സംസ്ഥാനത്തെ പുതിയ തലമുറയിൽ കേന്ദ്രം കൃത്യമായി മാതൃകാപരമായി ഈ ഗവൺമെന്റിനെ രാജ്യത്തെ ഗവൺമെന്റിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് വളരെ കൃത്യമായി ഈ രാജ്യത്തെ ജനങ്ങളെ
ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറെയുള്ള സംസ്ഥാനങ്ങളിൽ തുടർഭരണം സംഭവിച്ചിട്ടുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പ് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ പറ്റിയിട്ട് പറയുക നമ്മൾ ന്യൂനപക്ഷ വിരോധത്തിലാണ്. നമ്മളെ പറ്റി പറയുന്ന ഒരു പരാതിയാണ് ന്യൂനപക്ഷ വിരോധത്തിൽ. നമ്മൾ വോട്ട് തേടി വോട്ട് പറയണം. ന്യൂനപക്ഷം ഈ രാജ്യത്തെ 80-75% ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ ഇവരൊക്കെ തിങ്ങിൽ പാർക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യമാണ്. ഈ രാജ്യത്തെ 85-90% വരെ ക്രിസ്ത്യൻസാണ്, ക്രിസ്ത്യൻ സമൂഹമാണ്, റോമൻ കത്തോലിക്കരാണ്. എവിടെയുള്ളത്? നാഗാലാൻഡ്, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ. ആ സംസ്ഥാനങ്ങളിലൊക്കെ അധികാരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയോ അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ ഗോവയിൽ ആരാ ഉള്ളത്? ഗോവയിൽ 80%-ലേറെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. എന്നിട്ട് ശ്രീ സുരേഷ് ഗോപി ഒരു ക്രിസ്മസ് മത്സരിക്കുമ്പോൾ 70,000-80,000 ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ വോട്ട് മേടിച്ചിട്ടാണ് ശ്രീ സുരേഷ് ഗോപി ജയിച്ചത്. ഇപ്പൊ ബീഹാർ പത്രങ്ങളിൽ വായിച്ച ചർച്ചകളിൽ നിങ്ങൾ കേട്ടതാണ്. കാരണം കഴിഞ്ഞ നമ്മുടെ കോൺഗ്രസ് അതേപോലെ തന്നെ രാഷ്ട്രീയ ജനതാദളൊക്കെ ജയിച്ച പല മണ്ഡലങ്ങളിൽ മുസ്ലിം സമുദായം 60-70% പല മണ്ഡലങ്ങളിൽ ഇത്തവണ ജയിച്ചത് ദേശീയ ജനാധിപത്യ സഖ്യമാണ്. അതുകൊണ്ട് കേരളത്തിൽ അധികാരം നമ്മളെ ഈ തരത്തിൽ മാറ്റി രണ്ട് മുന്നണികളും കേരളത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇതൊക്കെ പറഞ്ഞു. ഇതിനൊക്കെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിക്കും. കേരളത്തിലെ ജനങ്ങൾ മാറ്റത്തിന് തയ്യാറാവും. അവരോരോ ദിവസം കേൾക്കുന്ന വാക്ക്, അവർക്ക് അനുഭവവേദ്യമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം, അവരുടെ കുട്ടികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, അവരുടെ സ്ത്രീകളെ കൊണ്ടുള്ള ഇതൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ വളരെ കൃത്യമായി കഴിഞ്ഞ വരാനുള്ള 10 ദിവസങ്ങളുണ്ട്. ഇത് നമ്മൾ ബോധ്യപ്പെടുത്താൻ സാധിക്കും. ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് ഒരു വോട്ടുണ്ട്. അതെല്ലാം പ്രത്യേകിച്ച് പഞ്ചായത്തിൽ കാരണം എപ്പോഴും കാണുന്നതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയം അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ UDF ആഗ്രഹിക്കുന്നത് കുറെ പഞ്ചായത്തുകളിലെ മെമ്പർമാരെ സൃഷ്ടിച്ചിട്ട് ഞങ്ങൾ താനിപ്പോഴും എവിടെ കൊണ്ട് വിളിച്ചാലും ഏത് അഴിമതി നോക്കിയാലും ഞങ്ങളുടെ കേരളത്തെ ജനങ്ങൾ അംഗീകരിക്കും എന്നുള്ള ഒരു തെറ്റായ ധാരണ ഇനിയും സൃഷ്ടിക്കപ്പെട്ടാൽ അത് നമ്മൾ വരും തലമുറയോട് ചെയ്യുന്ന ക്രൂരതയാണ്. വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇത്തവണ ലോകപ്പടി തെരഞ്ഞെടുപ്പാണ്. ഈ ലോകപ്പടി താഴെ തെരഞ്ഞെടുപ്പ് ഒരവസരം. ഇന്ന് രാജ്യത്തെ വിഷയത്തിൽ എറണാകുളം പ്രസംഗിക്കുമ്പോഴൊക്കെ 5 കാര്യങ്ങളെ കുറിച്ച് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് കേരളത്തിലെ. 1 അഴിമതി രഹിത ഭരണമാണ്. 2 വികസിത ചടയമംഗലം അല്ലെങ്കിൽ വികസിത ജില്ലാ ഡിവിഷൻ, അതിന്റെ ബ്ലൂ പ്രിന്റ് നമ്മളൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ ജനങ്ങളുടെ മുമ്പിൽ വെക്കണമെന്ന്. ഞാൻ ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വേണ്ടിയിട്ടാണ് പറയുന്നത്. 45 ദിവസത്തിനുള്ളിൽ ബ്ലൂ പ്രിന്റ് നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? വരാൻ പോകുന്ന 5 വർഷം എല്ലാ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് ആ പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ കൃത്യമായി നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ചെയ്യാം. ഈ തരത്തിൽ ജനങ്ങളെ വിശ്വാസം ഭരണം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്കോ എന്റെ കുടുംബത്തിനോ എന്റെ ക്ഷേത്രക്കാർക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ള പുതിയ രാഷ്ട്രീയ സംസ്ഥാനം കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ പടിയായി, അല്ലെ രാഷ്ട്രീയത്തിന്റെ ആദ്യത്തെ പടിയായി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. എല്ലാവരും ആ തരത്തിലുള്ള വലിയ പരിശ്രമത്തിൽ തയ്യാറാവണം. വലിയ വിജയം ഈ വേദിയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെയും ഞാൻ വിജയം ആശംസിക്കുകയാണ്. വരും ദിവസം 10 ദിവസം വളരെ കുറച്ച് മണിക്കൂറുകൾ മുഴുവൻ സമയമെടുക്കും, കൂടുതൽ സമയം കൊടുക്കുന്നുണ്ട്. ജനങ്ങളെ ഈ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഔപചാരികമായി ഈ കൺവെൻഷൻ ഉദ്ഘാടനത്തിനായി പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം ബഹുമാന്യനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജയകുമാർ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കർഷക മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഘവൻ സർ, ഈ വേദിയിൽ ഉപേക്ഷിതരായിട്ടുള്ള നമ്മുടെ ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥി ശ്രീമതി
രാജീകൃഷ്ണൻ, ശ്രീ സുഭാഷ്, BDJസിന്റെ നേതാക്കളായ ശ്രീ പ്രതാപൻ സാർ, ശ്രീ സനൽ, പാർട്ടിയുടെ മണ്ഡലത്തിലെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ മഞ്ചേഷ്, ശ്രീ സിനു അടക്കമുള്ള പാർട്ടിയുടെ ഭാരവാഹികളെ, പ്രിയമുള്ള ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് തല സ്ഥാനാർത്ഥികളെ, പ്രിയമുള്ള സംഘടനാ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഒരു പ്രസംഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഈ വൈകിയ വേളയിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ആരും അതൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ സമയം കൊല്ലുന്നില്ല. എന്നാലും 2 വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. നമുക്കറിയാം, കേരളത്തിലെ വേറെ ഒരു പഞ്ചായത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകതയുള്ള ഒരു പഞ്ചായത്താണ് ചടയമംഗലം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വേറൊന്നുമല്ല, സ്വന്തമായിട്ടൊരു ആസ്ഥാനമില്ലാത്ത ഒരു പഞ്ചായത്താണ് ചടയമംഗലം. സ്വന്തമായിട്ട് എന്റെ വീട് ഇതാണ് എന്ന് പറയാൻ, എന്റെ ആസ്ഥാനം ഇതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഒരു ആസ്ഥാനമില്ലാത്ത, ഒരു കെട്ടിടമില്ലാത്ത പഞ്ചായത്താണ് ചടയമംഗലം. ആ ചടയമംഗലം പഞ്ചായത്തിൽ കെട്ടിടമുണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഈ പഞ്ചായത്തിൻ്റെതായ സമഗ്ര വികസനം ലക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ ഡിവിഷന്റെ മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യം വെച്ചുകൊണ്ട് ശക്തമായ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സംഘത്തിന് അനുകൂലമായി വിധി എഴുതണം, ചിന്തിക്കണമെന്നാണ് ഇവിടുത്തെ പൊതുസമൂഹത്തിനോട് എനിക്കും നിങ്ങൾക്കും അഭ്യർത്ഥിക്കുവാനുള്ളത്. മാറ്റം, സമഗ്ര മാറ്റത്തിന്റെ വക്താക്കളായി നമ്മൾ രംഗത്ത് വരികയാണ്. അപ്പോ അതിനുള്ള ഏറ്റവും സുവർണ അവസരമാണ്. നേരത്തെ കേരള രാഷ്ട്രീയത്തെ കുറിച്ചും ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ചും ഒക്കെ ശ്രീ ഷായ് സാറിനെ സൂചിപ്പിച്ചു. അതുകൊണ്ട് ആ വിഷയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോ ഈ അടിസ്ഥാനപരമായി നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ 100% സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ സാരഥികളായി മത്സരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ലക്ഷ്യം ഇവിടെ കേവലം ഒരു പഞ്ചായത്ത് മെമ്പറെ അല്ലെങ്കിൽ ബ്ലോക്ക് മെമ്പറെ അല്ലെങ്കിൽ ജില്ലാ ഡിവിഷൻ മെമ്പറെ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ആ പഞ്ചായത്തിന്റെ അധികാര സ്ഥാനത്തിലേക്ക്, അതായത് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാളെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധിയെ കൈപിടിച്ചാലയിക്കുവാൻ നാളെ ഈ 13-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ 13-ാം തീയതിയുടെ റിസൾട്ട് വരുമ്പോ BJPയുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ചടയമംഗലം പഞ്ചായത്തിൽ അല്ലെങ്കിൽ നിലവിൽ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിവിഷനിൽ നമ്മുടെ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. നമ്മൾക്ക് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ കഴിഞ്ഞ 11 വർഷക്കാലമായി ഈ രാജ്യത്തിന് മാത്രമല്ല ഈ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, ഇന്ന് വരെ നയാ പൈസയുടെ ഒരു അഴിമതി പോലും, ഒരു രൂപയുടെ അഴിമതി പോലും ചൂണ്ടിക്കാണിക്കുവാനില്ലാത്ത തികച്ചും മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് ഈ രാജ്യത്ത് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെ മാതൃകയാക്കിക്കൊണ്ട് ആ മാതൃക ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സംഘത്തിനും അനുകൂലമായി ചിന്തിക്കുവാനും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും എന്ന് പറയുന്നത് ഇവിടെ അളിയനുമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അളിയനും അളിയനുമാണ്. കേരളത്തിന്റെ 4 അവധി കഴിഞ്ഞാൽ, അന്ന് കളിയിക്കാതെ കഴിഞ്ഞാൽ ഇവര് രണ്ടും ഒന്നാണ്. ഈ കേരളത്തിൽ വരുമ്പോ കേരളത്തിലെ ഇരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ജനങ്ങളെയും വിഡ്ഢികളാക്കിക്കൊണ്ട് ഇവര് തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. കാരണം ഇവിടെ വരുമ്പോൾ അവർ പരസ്പരം മത്സരിക്കുകയാണ്. നമ്മുടെ 100 കിലോമീറ്റർ അല്ലെങ്കിൽ 75 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയാൽ അവര് അടിയനുമാണ്. അവിടെ എതിർക്കുന്നത് BJP-യാണ്. നമ്മൾ കണ്ടു ഈ സംസ്ഥാനത്ത് ബീഹാർ നടന്ന തെരഞ്ഞെടുപ്പ്, അത് നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയണം. BJP എന്ന് പറഞ്ഞാൽ ഇവിടെ ഹിന്ദുത്വ ഭീകരം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയക്കാർ വിശേഷിപ്പിക്കുന്നതാണ്. പക്ഷേ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതിനെ ഇവിടെ സൂചിപ്പിച്ചു വിശദമായി. അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ദേശീയ ജനാധിപത്യ സഖ്യം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, കേരളത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ
ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം, ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവശേഷിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. 1920 ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് എവിടെ എത്തിയിരിക്കുകയാണ്? 34 വർഷം ഭരിച്ച പശ്ചിമ ബംഗാളിൽ ഇന്ന് ബിഗ് സീറോയാണ്. ഒരു MLA പോലും ഇല്ല. 25 വർഷം CPM ഭരിച്ച ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഈ സാധനമില്ല. അവിടെ BJP ഭരിക്കുക. ഇപ്പോ ഏറ്റവും അവസാനം ഈ CPM അവശേഷിക്കുന്ന ഇന്ത്യയിലെ ഏക തുരുത്ത് എന്ന് പറയുന്നത് അത് ഈ നമ്മുടെ കൊച്ചു കേരളമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ കേരളവും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതൊരു മാറ്റത്തിന് തുടക്കമാണ്. ഇതൊരു സെമി ഫൈനലാണ്. ഈ സെമി ഫൈനലിൽ വിജയിച്ചാൽ 2026 ഫൈനലിൽ നമ്മൾ കേരളം പിടിക്കും. ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സംഘവും ഈ കേരളത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഈ ഡിസംബർ 9-ാം തീയതി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആത്മവിശ്വാസം നേടുന്നതിനായി നമുക്ക് മാറാൻ കഴിയും. അതിനുള്ള ഒരു സുവർണാവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. നമ്മുടെ സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുകയാണ്. സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുകയാണ്. ആദ്യം ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥികളെയാണ് സ്വീകരിക്കുന്നത്. ചടയമംഗലം ഡിവിഷനിൽ മത്സരിക്കുന്ന രാജീവ് കൃഷ്ണൻ അവരുടെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ചടയമംഗലം ഡിവിഷൻ. വെളിനല്ലൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന എടപ്പയിൽ സുഭാഷ് അവരുടെ ക്ഷണിക്കുകയാണ്. ലോക്കൽ ഡിവിഷൻ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ഇളവക്കോട് ഡിവിഷനിൽ മത്സരിക്കുന്ന ആര്യ സുരേഷ് അവരുടെ ക്ഷണിക്കുന്നു. ചടയമംഗലം ഡിവിഷനിൽ മത്സരിക്കുന്ന അനില BS അവരുടെ ക്ഷണിക്കുകയാണ്. അടുത്തതായി ഓരോ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന D. രമേശൻ അവരുടെ ക്ഷണിക്കുകയാണ്. അമ്പലപ്പുഴ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന രഞ്ജു അവരുടെ ക്ഷണിക്കുന്നു. നിലവേൽ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ബിജു അവരുടെ ക്ഷണിക്കുകയാണ്. അടുത്തതായി ചടയമംഗലം പഞ്ചായത്ത് വാർഡ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ്. സുരേഷ് കുമാർ തെരുവിൽ ഭാഗം വാർഡിൽ മത്സരിക്കുന്ന സുരേഷ് കുമാർ അവരുടെ ക്ഷണിക്കുകയാണ്. അടുത്തതായി വെള്ളൂപ്പാറ വാർഡിൽ മത്സരിക്കുന്ന ഗിരിജ അവരുടെ ക്ഷണിക്കുന്നു. വെള്ളൂപ്പാറ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഗിരിജ അവരുടെ ക്ഷണിക്കുകയാണ്. ഇടയ്ക്കോട് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സുദർശനൻ അവരുടെ ക്ഷണിക്കുന്നു. അടുത്തതായി ഇടയ്ക്കോട് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സുദർശൻ അവരുടെ ക്ഷണിക്കുകയാണ്. അതുപോലെ മാളങ്ങര വാർഡിൽ നിന്ന് മത്സരിക്കുന്ന വർഷ അവരുടെ ക്ഷണിക്കുന്നു. മാളങ്ങര വാർഡിൽ നിന്ന് മത്സരിക്കുന്ന വർഷയെ സ്വീകരിക്കുകയാണ്. അടുത്തതായി അക്കോണം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന അരുൺകുമാറിനെ ക്ഷണിക്കുന്നു. അക്കോണം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന അരുൺകുമാറിനെ സ്വീകരിക്കുന്നു. അടുത്തതായി മണ്ണാമ്പലം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന രഞ്ജു അവരെ
ഒന്നാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന രഞ്ജുബി അവരെ ക്ഷണിക്കുന്നു. അടുത്തതായി ടൗൺ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സന്ധ്യ MS അവരെ ക്ഷണിക്കുന്നു. ടൗൺ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സന്ധ്യ MS അവരെ സ്വീകരിക്കുകയാണ്. അടുത്തതായി കണ്ണമ്പൂർ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന മുരളി അവരെ ക്ഷണിക്കുന്നു. കണ്ണമ്പൂർ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന മുരളി അവരെ സ്വീകരിക്കുന്നു. അടുത്തതായി ചടയമംഗലം വാർഡിൽ മത്സരിക്കുന്ന ചിന്നു അവരെ ക്ഷണിക്കുകയാണ്. ചടയമംഗലം വാർഡിൽ മത്സരിക്കുന്ന ചിന്നു അവരെ ക്ഷണിക്കുന്നു. അടുത്തതായി കുരിയോട് വാർഡിൽ മത്സരിക്കുന്ന ശാലിനി അവരെ ക്ഷണിക്കുന്നു. കുരിയോട് വാർഡിൽ മത്സരിക്കുന്ന ശാലിനി അവരെ ക്ഷണിക്കുന്നു. വെട്ടുവഴി വാർഡിൽ മത്സരിക്കുന്ന സിന്ധു S അവരെ ക്ഷണിക്കുകയാണ്. വെട്ടുവഴി വാർഡിൽ മത്സരിക്കുന്ന സിന്ധു S സ്വീകരിക്കുന്നു. കലയം വാർഡിൽ മത്സരിക്കുന്ന ബിന്ദു കുമാരി അവരെ ക്ഷണിക്കുകയാണ്. കലയം വാർഡിൽ മത്സരിക്കുന്ന ബിന്ദു കുമാരി അവരെ സ്വീകരിക്കുകയാണ്. കള്ളിക്കാട് വാർഡിൽ മത്സരിക്കുന്ന സുരേഷ് ബാബു ഉജ്ജയിനി അവരെ ക്ഷണിക്കുന്നു. കർഷക മോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. കള്ളിക്കാട് വാർഡിൽ മത്സരിക്കുന്ന സുരേഷ് ബാബു ഉജ്ജയിനിയെ സ്വീകരിക്കുകയാണ്. അടുത്ത മൂലങ്കോട് വാർഡിൽ മത്സരിക്കുന്ന മഞ്ജുഷ അനിലിനെ ക്ഷണിക്കുകയാണ്. മഞ്ജുഷ അനിലിനെ സ്വീകരിക്കുകയാണ്. അടുത്തതായി ഇളമാട് വാർഡാണ്. ഇളമാട് പഞ്ചായത്താണ്. ഇളമാട് പഞ്ചായത്ത് അവരെ ക്ഷണിക്കുകയാണ്. ഇളമാട് പഞ്ചായത്ത് വേഗൂർ വാർഡിൽ മത്സരിക്കുന്ന രാജീവ് ഫിലിപ്പോസ് അവരെ ക്ഷണിക്കുകയാണ്. കണ്ണമ്പോട് വാർഡിൽ മത്സരിക്കുന്ന രമ്യ സിംഗ് അവരെ സ്വീകരിക്കുകയാണ്. അടുത്തതായി നിലമേൽ പഞ്ചായത്ത് ഇടിക്കുന്ന മുതൽ വാർഡിൽ മത്സരിക്കുന്ന തുളസീധരൻ അവരെ ക്ഷണിക്കുകയാണ്. നിലമേൽ പഞ്ചായത്ത് ഇടിക്കുന്ന മുതൽ വാർഡിൽ മത്സരിക്കുന്ന തുളസീധരൻ അവരെ ക്ഷണിക്കുകയാണ്. അടുത്തതായി കൈവൂര് വാർഡിൽ മത്സരിക്കുന്ന വിമൽ കുമാറിനെ ക്ഷണിക്കുകയാണ്. കൈവൂര് വാർഡിൽ മത്സരിക്കുന്ന വിമൽ കുമാറിനെ ക്ഷണിക്കുകയാണ്. കൈവൂര് വാർഡിൽ മത്സരിക്കുന്ന വിമൽ കുമാറിനെ സ്വീകരിക്കുന്നു. അടുത്തത് ബംഗ്ലാകുന്ന് വാർഡിൽ മത്സരിക്കുന്ന ചന്ദുപ്രസാദ് അവരെ ക്ഷണിക്കുന്നു. ബംഗ്ലാകുന്ന് വാർഡിൽ മത്സരിക്കുന്ന ചന്ദുപ്രസാദ് അവരെ ക്ഷണിക്കുകയാണ്. ചന്ദുപ്രസാദ് അവരെ സ്വീകരിക്കുന്നു. അടുത്തത് കോളേജ് വാർഡിൽ മത്സരിക്കുന്ന ഷീലാകുമാരി അവരെ ക്ഷണിക്കുകയാണ്. കോളേജ് വാർഡിൽ മത്സരിക്കുന്ന ഷീലാകുമാരി അവരെ സ്വീകരിക്കുകയാണ്. അടുത്ത പുതുശ്ശേരി വാർഡിൽ നിന്ന് മത്സരിക്കുന്ന അജേഷ് കുമാറിനെ ക്ഷണിക്കുകയാണ്. പുതുശ്ശേരി വാർഡിൽ മത്സരിക്കുന്ന അജേഷിനെ സ്വീകരിക്കുകയാണ്. വെള്ളാമ്പാറ വാർഡിൽ മത്സരിക്കുന്ന സുമിത്ര അവരെ ക്ഷണിക്കുകയാണ്. വെള്ളാമ്പാറ വാർഡിൽ മത്സരിക്കുന്ന സുമിത്ര അവരെ ക്ഷണിക്കുകയാണ്. അടുത്തത് വെടിനല്ലൂർ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ ക്ഷണിക്കുകയാണ്. പുതുശ്ശേരി വാർഡിൽ മത്സരിക്കുന്ന മനോജ് പുതുശ്ശേരിയെ ക്ഷണിക്കുന്നു. പുതുശ്ശേരി വാർഡിൽ മത്സരിക്കുന്ന മനോജ് പുതുശ്ശേരിയെ ക്ഷണിക്കുകയാണ്. അടുത്തതായി കരിങ്ങന്നൂർ വാർഡിൽ മത്സരിക്കുന്ന ജ്യോതിദാസ് അവരെ ക്ഷണിക്കുന്നു. പുതുശ്ശേരി വാർഡിൽ മത്സരിക്കുന്ന മനോജ് പുതുശ്ശേരിയെ സ്വീകരിക്കുന്നു. അടുത്തതായി കരിങ്ങന്നൂർ വാർഡിൽ മത്സരിക്കുന്ന ജ്യോതിദാസ് അവരെ സ്വീകരിക്കുകയാണ്. ചെറിയ വെള്ളൂർ വാർഡിൽ മത്സരിക്കുന്ന മനില അവരെ ക്ഷണിക്കുന്നു. ചെറിയ വെള്ളൂർ വാർഡിൽ മത്സരിക്കുന്ന മനില അവരെ സ്വീകരിക്കുകയാണ്. സ്വീകരണ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ
ഒന്നിച്ച് നിന്ന് ഒരു ഫോട്ടോ ഉണ്ട്, ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങോട്ട് എടുക്കുക. ഈ യോഗത്തിന് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി BDASന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രധാന സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാരെ, വിവിധ തലങ്ങളിൽ മത്സരിക്കുന്ന പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ, മറ്റെവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രവർത്തകർ, ഈ സമയം എന്ന് പറയുന്നത് നമ്മൾ യോഗം തുടങ്ങിയപ്പോൾ തന്നെ ഒരല്പം വൈകിപ്പോയി. അതുകൊണ്ട് ഒരു ദീർഘമായ ഒരു പ്രഭാഷണത്തിലേക്ക് ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ഒരു ഫോർമാലിറ്റി എന്നുള്ള നിലയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ ഏത് രീതിയിലാണ് എന്ന് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു സമയമാണ് ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ 6-7 മാസത്തിനകം തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ്. അപ്പൊ ഈ ദിവസങ്ങളും മാസങ്ങളും മാത്രമുള്ള ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നാളിന് വരെയുള്ള കാര്യങ്ങൾ, അതായത് 65 വർഷമായി ഇവിടുത്തെ UPA സർക്കാർ, അതായത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ ഇങ്ങോട്ട്, മൻമോഹൻ സിംഗിന്റെ കാലം മുതൽ ഇങ്ങോട്ട്, അങ്ങനെ UPA സർക്കാരിന്റെ ഭരണവും 65 വർഷമായി വരികയാണ്. അതിനുശേഷം വെറും 2 MP മാത്രം ഉണ്ടായിരുന്ന 1980 കാലഘട്ടങ്ങളിലൊക്കെ ആ ഇന്ത്യയിലെ വെറും ഒരു നിസ്സാര രാഷ്ട്രീയ പാർട്ടി എന്ന് കരുതിയിരുന്ന, അതായത് ഇവിടുത്തെ കോൺഗ്രസുകാരും ഇതര രാഷ്ട്രീയക്കാരും കരുതിയിരുന്ന BJP എന്ന് പറഞ്ഞ ആ പ്രസ്ഥാനം 2 MP-മാരിൽ നിന്നും ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. 3-2 ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഈ കഴിഞ്ഞ അതിനു മുൻപുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ, അതായത് BJP അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥി ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ജയിച്ചുകയും 3-2 ഭൂരിപക്ഷത്തിനപ്പുറം നമുക്ക് നേടാൻ സാധിക്കും. ഇപ്പൊ തന്നെ നമുക്കെടുക്കാം. ഈ കഴിഞ്ഞ ഈ അടുത്ത കാലത്ത് ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പ്, ഇവിടെ മഹാനെന്ന് പ്രവചിക്കുന്ന രാഹുൽ ഗാന്ധി ഇവിടെ എന്താണ് കാണിച്ചു കൂട്ടിയതെന്നുള്ളതെല്ലാം നമുക്കറിയാം. അതായത് ഇന്ത്യ മുഴുവൻ കാൽനട യാത്ര നടത്തി കോൺഗ്രസിനെ അത്യുന്നതയിൽ എത്തിക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച, കാൽനടയായി പ്രവർത്തിച്ച രാഹുൽ ഗാന്ധി, അതിനുപരി വോട്ട് ജോലി എന്ന് പറയുന്ന ഒരു സംവാദവുമായിട്ട് ഇറങ്ങിയ രാഹുൽ ഗാന്ധി, അവസാനം അവരുടെ ഈ രാഹുൽ ഗാന്ധിയുടെയും വോട്ടിന്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെ വോട്ടുജോലി വിവാദവും കാൽനട യാത്രയും ഒക്കെ നടത്തിക്കൊണ്ട് വടിയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കയറി പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കാം എന്നുള്ള ഒരു വ്യാമോഹമായിരുന്നു ഈ
പറഞ്ഞ കാര്യങ്ങളൊക്കെ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പാടിയാണ്. നമുക്കറിയാം, ഈ 65 വർഷമായി ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണകാലം നിങ്ങൾ പഠിക്കണം. വെടിവെച്ച് വന്നത് എന്തിനാണ്? അല്ല, മഹാത്മാഗാന്ധി അതിന്റെ കാരണം എന്താണ്? തലമുറയെ വളർന്നു വരുന്ന തലമുറയെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിച്ച് എടുക്കേണ്ടതുണ്ട്. ഇന്ന് BJP എന്ന് പറയുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ NDA എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു മഹാ അത്ഭുതമായി ഭാരതത്തിൽ മാറിയിരിക്കുകയാണ്. ഒരു മഹാ അത്ഭുതം നമ്മൾ കണ്ടതാണ്. ഇവിടെ UP ഭരിക്കുന്ന എത്രത്ര സ്ഥലങ്ങളിൽ ബോംബിട്ടു. ആരെങ്കിലും തിരിച്ചു ചോദിച്ചിട്ടുണ്ടോ? ബോംബെ ഭീകരാക്രമണം, അതുപോലെ ഡൽഹി ഭീകരാക്രമണം തുടങ്ങി ഏതാണ്ട് 10-15 അല്ലെങ്കിൽ അതിനപ്പുറം ഭീകര ആക്രമണങ്ങൾ ഇന്ത്യയിൽ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി ഭീകരവാദികൾ ഭീകരാക്രമണം നടത്തിയിട്ട് ഇവിടുത്തെ UPA സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അതിന് തിരിച്ചടി കൊടുക്കാൻ ഇവിടുത്തെ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അതുപോലെയാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയെ ആക്രമിച്ച പാകിസ്ഥാനെതിരെ നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെന്റ് കൈക്കൊണ്ട നിലപാട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ അങ്ങനെ സംസാരിക്കുന്നത് ഒരുപാടുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ സമയം കിട്ടുന്നില്ല. പിന്നെ എനിക്ക് കേരളത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ അടുത്ത കാലങ്ങളിൽ തിരുവനന്തപുരത്ത് ഒരു തിരുവാതിര നടന്നു. ആ തിരുവാതിരയിലെ പ്രധാന പാട്ടെന്ന് പറയുന്നത് പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് CPF എന്ന് പറയുന്ന പാർട്ടി ലോകമെന്നും ശോഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കാരണഭൂതനായിട്ടുള്ള ഒരു വ്യക്തി, കാരണഭൂതൻ അത് പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എന്നാണ് ആ സ്ത്രീകൾ തിരുവാതിരപ്പാട്ട് കളിച്ചത്. ആ കാരണഭൂതൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം. കാരണഭൂതൻ എന്ന് പറഞ്ഞാൽ സർവ്വജനാലയങ്ങളുടെയും കർത്താവ്, ഈ പ്രപഞ്ചത്തെ തന്നെ നിലനിർത്തുന്ന ആ കർത്താവിനെയാണ്. അല്ലെങ്കിൽ ഈ മനുഷ്യ ആയാലും മൃഗങ്ങളായാലും സകല ജീവചരാചരങ്ങൾക്ക് ജീവൻ കൊടുത്ത ആ പ്രപഞ്ച സൃഷ്ടാവിനെയാണ് കാരണഭൂതൻ, സർവ്വതിന്റെയും കാരണഭൂതൻ. അപ്പൊ അങ്ങനെ അതാണ് കാരണഭൂതൻ. ഈ നമ്മുടെ എഴുത്തച്ഛന്റെ ഭാഷയെ പറയുകയാണെങ്കിൽ കാരണഭൂതനെ കുറിച്ച് എഴുത്തച്ഛൻ ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. എഴുത്തച്ഛന്റെ വരികൾ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്ന ബ്രഹ്മാവിനെ കുറിച്ചാണ്. ബ്രഹ്മാവ് ഒരു ബ്രാഹ്മണനാണ്. അപ്പൊ ബ്രാഹ്മണനായ ബ്രഹ്മാവിനെ കുറിച്ച് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് കാരണഭൂതനാകും ബ്രഹ്മാവിന്റെ ചരണാർവാമ്പത് ദീനപാർശ്വത്തെയും മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാത്തെയും നിഷേധമുണ്ടാൻ ആവോളം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതായത് എനിക്കാണെങ്കിൽ ഒരു 2-3 മണിക്കൂറൊക്കെ വേണം. അതിനൊന്നും സമയമില്ല. അപ്പൊ അതുകൊണ്ട് ഈ പലർക്കും സംസാരിക്കാറുണ്ട്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പിന്നെ ചുരുക്കി പറയാം, എന്തായാലും ശരി, ഇന്ന് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി ലോകത്തെ സർവ്വലോക റെക്കോർഡെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതി സംസ്ഥാനം എന്ന് പറയുന്നത് കേരളം. ഇവിടെ ചിലരൊക്കെ പറയുന്നത് ഈ തിരുവനന്തപുരം പറഞ്ഞത് കാരണഭൂതൻ, ലോകത്തിന്റെ കാരണഭൂതൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശോഭ ഐശ്വര്യം, അതിനൊക്കെ കാരണഭൂതൻ. അപ്പോ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിങ്ങൾക്ക് മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് ലോകത്തില്ല, കേരളത്തിൽ മാത്രം. ചൈനയിലില്ല, യൂറോപ്പിലില്ല, റഷ്യയിലില്ല, ക്യൂബയിലില്ല. ഇത് കേരളത്തിൽ മാത്രം പോകുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതമാണ്. അപ്പോ ഈ അഴിമതി ഭരണം
ഇവിടെ അവസാനിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഈ NDA സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും. ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്. മാറി മാറി അടിയനും ഭരിക്കുന്ന 25 ദിവസമായിട്ട് കേരളത്തിൽ ഇനിയൊരു മാറ്റം കേരളത്തിൽ അനിവാര്യമാണ്. അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഇവിടുത്തെ വിധീനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കണം. നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും പ്രവർത്തനങ്ങളും ജനങ്ങൾക്കുണ്ടായ നേട്ടങ്ങളും ഏറ്റവും പ്രധാനം BJPയുടെ NDAയുടെ പ്രവർത്തകർ ചെയ്യേണ്ടത് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ ഭാരതത്തിലുള്ള നേട്ടങ്ങൾ വികസനങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. ജനങ്ങളെ പഠിപ്പിക്കണം. ആ ചുമതലയാണ് ഇവിടുത്തെ NDAയുടെ പ്രവർത്തകർ ഏറ്റെടുക്കേണ്ടത്. അടുത്ത 6 മാസത്തിനകം ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിനുണ്ട്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് ജനങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും വൻ ഭൂരിപക്ഷത്തിൽ NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു കേരളത്തിന്റെ സാരഥികളായി ഭരണകേന്ദ്രത്തിലെത്തുന്ന നിലയിലേക്ക് അവരെ ഉയർത്തി അവരെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സമയം കുറവുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്തേ, വന്ദേ ഭാരത്. ഇവിടെ പരിപാടി തീരുന്നതിനുമ്പോ എന്തെങ്കിലുമൊക്കെ പോയി ഇവിടെ നമ്മൾ പറയുന്ന കേൾക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ആ ഒരു അവസ്ഥ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇവിടെ കൊല്ലത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, NDAയുടെ മീറ്റിംഗ്. ആ മീറ്റിങ്ങില് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നാലും ബൂത്ത് പ്രസിഡന്റായിരുന്നാലും എല്ലാവരും ആ ഒരു ഐക്യത്തോടെ പരസ്പരം സഹകരിച്ച് വോട്ട് വാങ്ങുന്നതിനുള്ള ആ ഒരു കഴിവ് എല്ലാവരും പ്രകടിപ്പിച്ച് പരമാവധി വോട്ട് അതാത് വാർഡിലെ സ്ഥാനാർത്ഥികൾക്ക് വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കണം എന്നൊക്കെയാണ് അന്ന് ആ മീറ്റിംഗില് BDSന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർജി ഉണ്ടായിരുന്നു. അപ്പൊ തുഷാർജിയും ഈ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പൊ മേഖലകളിലെല്ലാം വളരെ ഐക്യതയോടെയും വളരെ സഹകരിച്ചും അവരെ ഞാൻ മുമ്പ് പറഞ്ഞ ഹരമാണ് എന്നുകൂടെ പറയണമായിരുന്നു. അവർക്ക് 3 കാര്യം ചേർത്താണ് അവര് പറഞ്ഞത്. ഇതുപോലെ പ്രവർത്തിക്കണം താഴെ തട്ടി എന്ന് പറഞ്ഞ് ചടയമണ്ഡലം ദേവയമണ്ഡലത്തിൽ നിന്ന് ആ മീറ്റിംഗിൽ ആരും ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ ഞാനും എന്റെ വൈഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ചടയങ്കര പഞ്ചായത്തിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവിടെ എല്ലാവരും പറഞ്ഞു. ഇവിടെ NDAക്ക് നല്ല ഒരു ഭൂരിപക്ഷം ചടയങ്കര പഞ്ചായത്ത് കിട്ടുമെന്നാണ് പ്രതീക്ഷയെല്ലാം കിട്ടും എന്നാണ് എന്റെ വിശ്വാസം. ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കേണ്ടത് നമ്മുടെ പ്രവർത്തകരുടെ കടമയാണ്. എല്ലാ വാർഡിലും ചിലപ്പോൾ നേതാക്കന്മാർ എല്ലാ വാർഡിലും ചെല്ലാൻ ഒത്തില്ലെന്ന് വരാം. എന്നാൽ തന്നെ പരമാവധി നേതാക്കന്മാരൊക്കെ എല്ലാ വാർഡിലും എത്തിപ്പറ്റാനും ആളുകളെ ഈ സ്ഥാനാർത്ഥികളെ സഹായിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗം